ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്ന കഥ ചിക്കു എന്ന പേരുള്ള കുട്ടിക്കുരങ്ങച്ചന്റെ ജീവിതത്തിൽ നടന്ന അനുഭവമാണ്. ഈ കഥയിൽ കൂടി ചിക്കു നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു ചെറു പുഴയുടെ അരികിലായിരുന്നു ചിക്കു എന്ന നമ്മുടെ കുഞ്ഞു കുരങ്ങച്ചൻ താമസിച്ചിരുന്നത്. അവൻ ബുദ്ധിമാനും ഉത്സാഹിയുമായിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ചിക്കുവിനുണ്ടായിരുന്നു. അവൻ ആരും പറയുന്നത് കേൾക്കാറുമില്ല, എടുത്തിയാട്ടവും. ചിക്കുവിനേറെ ഇഷ്ടപ്പെട്ടത് ചിക്കുവിന്റെ അമ്മാവനായ വലിയ കുരങ്ങച്ചനെയായിരുന്നു. ഒരുപാട് അനുഭവ സമ്പത്തും ബുദ്ധിശാലിയും കരുണയൊക്കെ ഉള്ള ഒരു അമ്മാവനായിരുന്നു ചിക്കുവിനുണ്ടായിരുന്നത്. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ കാട്ടിലേക്ക് പഴം ശേഖരിക്കുവാൻ പോയി. കാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കെ വലിയ കുരങ്ങച്ചൻ ചിക്കുവിനോട് പറഞ്ഞു, ചിക്കു, കാട്ടിലെ എല്ലാ മരങ്ങളും നീ കയറാൻ പാടില്ല. ചില പഴങ്ങൾ വിഷമുള്ളതായിരിക്കും. ഞാൻ പോകുന്ന വഴി മാത്രമേ നീ നടക്കാവൂ. പക്ഷേ നമ്മുടെ ചിക്കു അമ്മാവന്റെ വാക്ക് കേട്ടില്ല. അവൻ വഴി മാറി ഒരു പച്ചപ്പ് പടർന്നു നിൽക്കുന്ന ഒരു മരത്തിൽ കയറി. അവിടെ തിളങ്ങുന്ന ഒരു ചുമപ്പ് പഴം കണ്ടു. ആ മരം നിറയെ പഴങ്ങൾ. അപ്പോൾ ചിക്കു വിചാരിച്ചു, ഈ പഴം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന, ആദ്യം കഴിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. ഇതുവരെ ആരും ഇത് കയറിയിട്ടോ ഈ പഴം കഴിച്ചിട്ടോ ഉണ്ടാവില്ല. അവൻ പഴം തിന്നു. കുറച്ചു മിനിറ്റിനകം അവൻ ഭയാനകമായ വയറുവേദന അനുഭവിച്ചു. വയർ പൊട്ടിപ്പോകും പോലെ, തല കറങ്ങും പോലെ. വലിയ കുരങ്ങച്ചൻ തിരിച്ചെത്തിയപ്പോൾ ചിക്കു വേദനയിൽ കരഞ്ഞു. അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി വിഷമുള്ള പഴം കഴിച്ചതാണെന്ന്. അദ്ദേഹം പച്ചിലകൾ എടുത്തു. അവയാൽ ഒരു ചെറു കഷായം ഉണ്ടാക്കി ചിക്കുവിന്റെ വായിൽ കുറച്ച് തളിച്ചപ്പോൾ കുറച്ചു നേരം കൊണ്ട് നമ്മുടെ ചിക്കു പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ചിക്കുവിന്റെ അസുഖം പൂർണ്ണമായിട്ടും സുഖമായി. ചിക്കു തല താഴ്ത്തി കണ്ണീരോട് അമ്മാവനോട് പറഞ്ഞു, മാപ്പമ്മാവ, ഇനി മുതൽ അമ്മാവന്റെ ഉപദേശം ഞാൻ അനുസരിക്കാം. നമ്മുടെ വലിയ കുരങ്ങച്ചൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി പറഞ്ഞു, ഇത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ് ചിക്കു. ജീവിതം ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും വളരാനും നിനക്ക് ഈ അനുഭവം ഒരു വലിയ പാഠമാണ്. അന്നു മുതൽ ചിക്കു ഉപദേശം കേൾക്കുകയും മറ്റുള്ളവരോട് സഹിഷ്ണുതയോട് പെരുമാറുകയും വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഉപദേശങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പോലെ നമുക്ക് തോന്നാം. പക്ഷേ വലിയവരുടെ ആ ഉപദേശങ്ങൾ നമ്മെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും.